രാത്രി മുഴുവൻ ഏതാണ്ട് നല്ല തോതിൽ മഴയുണ്ടായിരുന്നു. നഗരത്തിൽ പലയിടത്തും റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല, മധ്യകേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ സാമാന്യം ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇടുക്കി ജില്ലയിലും സാമാന്യം ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫോർട്ട് കൊച്ചി മേഖലയിലാണ് ഉള്ളത്. ഫോർട്ട് കൊച്ചി തീരത്താണ് ഉള്ളത്. നമുക്ക് കാണാം, കടൽ തന്നെ പ്രക്ഷുബ്ധമാണ്. നല്ല തോതിൽ തിരമാല അടിക്കുന്നുണ്ട്. ചെളി കലർന്ന രീതിയിലാണ് തിരമാലയുടെ ശക്തിയൊക്കെ നമുക്ക് കാണാം. തീരപ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ നല്ല ഒരു ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്, കടലിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പുഴയിൽ ഇറങ്ങുന്നതിന്, പ്രത്യേകിച്ച് ഒഴുക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കയങ്ങളിൽ ഒക്കെ ഇറങ്ങുന്നതിന് നിർദ്ദേശങ്ങളുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മധ്യകേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്കവാറും ടൂറിസം കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര ടൂറിസം കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ഇടങ്ങളിലും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രയിൽ കഴിവതും ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ അധികൃതർ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്ന് ഈ പോയ രാത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം ചിലയിടങ്ങളിലെങ്കിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നേരിയ ഗതാഗത തടസ്സമൊക്കെയുണ്ട്. പക്ഷേ അതിനപ്പുറം വലിയ ഒരു നാശനഷ്ടങ്ങളിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ആശ്വാസമുണ്ട്. ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ ലഭ്യമായി വരുന്നതേയുള്ളൂ. എങ്കിലും നിലവിലെ അറിവനുസരിച്ച് കാര്യമായ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ, മണ്ണിടിച്ചിൽ ഒന്നും ഒരിടത്തും തന്നെ പ്രദീപ്, വലിയ നാശനഷ്ടങ്ങൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.